അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുത്തുനബിയുടെ കരളിൻ്റെ കഷ്ണമായ ഫാത്തിമ ബീവിയുടെ ജീവിതചരിത്രം നോക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോയിലോട്ട് പോകാം. മക്കയിൽ വെള്ളപ്പൊക്കമുണ്ടായി. മലകളിൽ നിന്നും വെള്ളം കുത്തിയൊലിച്ചു വന്നു. വീടുകൾ നിലംപൊത്തി. പ്രളയത്തിൽ കഅബ ഷരീഫിനും കേടുപറ്റി. മക്കക്കാരെല്ലാം കഅബാലയത്തിനു ചുറ്റും ഒത്തുകൂടി. കേടുപാടുകൾ തീർക്കണം. ചിലർ പറഞ്ഞു പുതുക്കിപ്പണിയണം. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. ചർച്ചക്കൊടുവിൽ അവർ തീരുമാനിച്ചു കഅബ പുതുക്കിപ്പണിയണം. ഖുറൈശി ഗോത്രത്തിലെ ഓരോ വീട്ടുകാരും സജീവമായി പുനരുദ്ധാരണത്തിനു ഫണ്ട് സ്വരൂപിച്ചു. ചുമരുകൾ പൊളിച്ചു. പണി തുടങ്ങി. ചുമരുയർന്നു. ഹജറുൽ അസ്വദ് വെക്കേണ്ട ഘട്ടമായി. ആ കർമ്മം ആരു നിർവഹിക്കും? ചോദ്യമുയർന്നു. തർക്കമുയർന്നു. അവസാനം ഒരാൾ പറഞ്ഞു, അബൂ ഉമയ്യത്ത് തീരുമാനിക്കട്ടെ. പ്രായമായ അദ്ദേഹത്തിന്റെ തീരുമാനത്തിനായി എല്ലാവരും കാതോർത്തു. അബൂ ഉമയ്യത്ത് പറഞ്ഞു, ആദ്യം ഇങ്ങോട്ട് കടന്നു വരുന്ന ആളെ നമുക്ക് മധ്യസ്ഥനാക്കാം. അദ്ദേഹത്തിന്റെ തീരുമാനം നമുക്ക് സ്വീകരിക്കാം. എല്ലാവരും അംഗീകരിച്ചു. അതാ വരുന്നു ഒരാൾ, അൽ അമീൻ. മുത്തുനബി നടന്ന് അടുത്തെത്തി. അബൂ ഉമയ്യത്ത് കാര്യം അവതരിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്പസമയം ആലോചിച്ചു. എന്നിട്ട് തന്റെ മേൽമുണ്ട് നിലത്തു വിരിച്ചു. ഹജറുൽ അസ്വദ് അതിൽ എടുത്തുവെച്ചു. ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോ നേതാവിനെ വിളിച്ചു. ഓരോരുത്തരും മുണ്ടിന്റെ അറ്റങ്ങളിലായി പിടിക്കാൻ ആവശ്യപ്പെട്ടു. മേൽപോട്ട് ഉയർത്താൻ പറഞ്ഞു. ആവശ്യമായ ഉയരമെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജറുൽ അസ്വദ് നീക്കിവെച്ചു. എല്ലാവർക്കും ആശ്വാസമായി. അങ്ങനെ ഒരു കലാപം നീങ്ങിപ്പോയി. ഈ സംഭവം നടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 35 വയസ്സായിരുന്നു പ്രായം. ഇതേ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയ പത്നി ഖദീജ റളിയല്ലാഹു അൻഹ ഫാത്തിമ ബീവിയെ പ്രസവിച്ചത്. അൽ അമീൻ, ഖദീജ മാതൃകാ ദമ്പതികളുടെ വിവാഹത്തിന്റെ 10ാം വർഷമാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്ന കുസുമം പിറന്നത്. ഇളയ മകളെന്ന പരിഗണന ഫാത്തിമ ബീവിക്ക് ഉണ്ടായിരുന്നു. തിരുനബിയുടെ സാദൃശ്യമായിരുന്നു ഫാത്തിമ ബീവിക്ക്. ഫാത്തിമ ബീവി മെല്ലെ മെല്ലെ വളരുകയാണ്. എടുത്താലും ഓമനിച്ചാലും മതിവരില്ല. നല്ല ചുറുചുറുക്കും ഉള്ള ബുദ്ധിമതിയായ മോൾ. ഉപ്പാക്ക് മോളോട് എന്തെന്നില്ലാത്ത സ്നേഹം, വാത്സല്യം. ഫാത്തിമ ബീവിക്ക് 5 വയസ്സുള്ളപ്പോഴാണ് നബിക്ക് നുബുവത്ത് ലഭിച്ചത്. എത്ര വൈകിയാലും ഉപ്പയെ കാത്തിരിക്കുന്ന പൊന്നുമോൾ. വന്ന ഉടനെ മോളെ എടുത്ത് ലാളിക്കും. ഉപ്പ നബിയാണ്. ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് ഉമ്മ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണ്. കൂടെ മക്കളും ഇസ്ലാം മതം സ്വീകരിച്ചു. ഫാത്തിമ ബീവി വളർന്നു. കല്യാണപ്രായമെത്തി. അലി റളിയല്ലാഹു അൻഹുവിന് ഒരാഗ്രഹം, ഫാത്തിമ ബീവിയെ കല്യാണം കഴിക്കണമെന്ന്. അലി റളിയല്ലാഹു അൻഹു നബി തങ്ങൾക്ക് മുമ്പിലേക്ക് നേരിട്ട് വരികയാണ് പെണ്ണ് ചോദിക്കാൻ. പക്ഷേ അലി റളിയല്ലാഹു അൻഹു ഒന്നും മിണ്ടുന്നില്ല. നബി തങ്ങൾ ചോദിച്ചു, എന്തേ അലി വന്നത്? അലി പറയുന്നു, ഒന്നുമില്ല. കാര്യം മനസ്സിലായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഫാത്തിമ ബീവിയെ കല്യാണം ചോദിക്കാനാണോ അലി നീ വന്നത്? ഉടൻ അലി പറയുന്നു, അതേ നബിയെ. മഹർ കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ അലിയെ? ഇല്ല നബിയെ, ഒന്നുമില്ല. തൻ്റെ കയ്യിൽ മഹർ കൊടുക്കാനായി വിലപിടിപ്പുള്ള ഒന്നുമില്ല. ആകെയുള്ളത് ഒരു പടയങ്കി മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപ്രകാരം അലി റളിയല്ലാഹു അൻഹു പടയങ്കി വിറ്റ് മഹർ കൊടുക്കുന്നു. 2 സാക്ഷികളുടെ മുമ്പിൽ വെച്ച് അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും ഫാത്തിമ ബീവിയുടെയും കല്യാണം നബി തങ്ങൾ നടത്തിക്കൊടുത്തു. എത്ര ലളിതമായ വിവാഹം! സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാവായ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് അലി റളിയല്ലാഹു അൻഹു പുല്ലുവെട്ടുകാരനാണ്. നേരം പുലരുമ്പോൾ പുല്ലരിഞ്ഞ് പുല്ലുകെട്ട് ചന്തയിൽ പോയി വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിക്ക് ഹലാലായ ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നു. ഒരു ദിവസം അലി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ മുഴുപട്ടിണിയാണ്. മക്കൾ കരയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മോളെ, മക്കൾ കരയുന്നത് എന്തിനാ? ഫാത്തിമ ബീവി പറഞ്ഞു, ഉപ്പ വീട്ടിൽ മുഴുപട്ടിണിയാണ്, മുലപ്പാൽ കൊടുക്കൂ മോളെ. മോൾ പറഞ്ഞു, ഉപ്പാന്റെ മോൾ വയറു നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് 2 മാസമായി ഉപ്പ. മുലപ്പാൽ പോലും വറ്റിപ്പോയിരിക്കുന്നു. വിശപ്പ് സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ പൊന്നുമോൾ ഇങ്ങനെ പറഞ്ഞു. ഇത്രയേറെ സ്വഹാബത്തുണ്ടായിട്ട് ഒരു പുല്ലുവെട്ടുകാരനും മുഴുപട്ടിണിക്കാരനുമായ ദരിദ്രനായ അലി റളിയല്ലാഹു അൻഹുവിനെയാണോ എനിക്ക് ഭർത്താവായിട്ട് ഉപ്പ തിരഞ്ഞെടുത്തത്? പരിഭവം പറഞ്ഞു ഫാത്തിമ. ഇത് കേട്ട മുത്തുനബി തങ്ങൾ കൈകൊണ്ട് മോളെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഒരു കാര്യം മോളോട് പറയട്ടെ. എന്താണ് ഉപ്പ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ വെച്ചിട്ട് 2 പേർക്ക് നേരിട്ട് സ്വർഗം കാണിച്ചു കൊടുത്തിട്ടുണ്ട് മോളെ. ഒന്ന് നിന്റെ വാപ്പയ്ക്കാണ്, രണ്ടാമത്തേത് നിന്റെ ഭർത്താവായ അലി റളിയല്ലാഹു അൻഹുവിനാണ് മോളെ.
ദുനിയാവിൽ വെച്ച് അള്ളാഹു സ്വർഗം കാണിച്ചു കൊടുത്ത ചെറുപ്പക്കാരനാണ് മോളെ നിന്നെ ഞാൻ ഏൽപ്പിച്ചത്. ഫാത്തിമ റളിയല്ലാഹു അൻഹ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇനി എൻ്റെ ഭർത്താവിന് സമ്പത്ത് വേണ്ട, സൗന്ദര്യം വേണ്ട ഉപ്പ, എൻ്റെ ഭർത്താവിൽ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. വളരെ സന്തോഷത്തിലും സമാധാനത്തിലുമായിരുന്നു അവരുടെ ജീവിതം. അങ്ങനെ ഒരു ദിവസം തൻ്റെ മരണം അടുത്തെന്ന് ഫാത്തിമ ബീവിക്ക് മനസ്സിലായി. ആ സമയത്ത് അലി റളിയല്ലാഹു അൻഹുവിനോട് ബീവി പറയുകയാണ്, അലിയെ, മരിക്കുന്നതിന് മുമ്പ് എനിക്കൊരു ആഗ്രഹം ഉണ്ട്. നിങ്ങളുടെ കാലൊന്ന് നീട്ടിവെക്കുമോ? ആ മടിയിലേക്ക് തല വെച്ചിട്ടൊന്ന് നിവർന്ന് കിടക്കട്ടെ. എന്താണ് ഫാത്തിമ നീ പറയുന്നത്? നിനക്കെന്തു പറ്റി? അലി റളിയല്ലാഹു അൻഹു തൻ്റെ കാലുകൾ നീട്ടിവെക്കുകയാണ്. ബീവി കൊച്ചുകുട്ടിയെപ്പോലെ തൻ്റെ ഭർത്താവിൻ്റെ മടിയിലേക്ക് തല വെച്ചുകൊണ്ട് കിടന്നു. തൻ്റെ വിരലുകൾ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ വിരലുകൾക്കിടയിലേക്ക് കോർത്ത് വെച്ച് എന്നിട്ട് പറഞ്ഞു, പ്രിയനെ, എൻ്റെ ഉപ്പ നിങ്ങളെ കൈ പിടിച്ചേൽപ്പിച്ചതു മുതൽ നിങ്ങൾക്കിഷ്ടമില്ലാത്ത വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ടു തരണേ. എന്താണ് ഫാത്തിമ നീ പറയുന്നത്? നീ എൻ്റെ മനസ്സിൽ നൊമ്പരപ്പെടുത്തിയിട്ടില്ല. അൽഹംദുലില്ലാ. എന്നാൽ ഞാൻ ഇനി പൊയ്ക്കോട്ടെ അലിയെ. എങ്ങോട്ട് ഫാത്തിമ? അള്ളാഹുവിൻ്റെ അടുക്കലേക്ക്, എൻ്റെ ഉപ്പയുടെ അടുക്കലേക്ക്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ലോകത്തിൻ്റെ വസന്തത്തിൻ്റെ കണ്ണുകൾ അടഞ്ഞു. മുത്ത് റസൂലിൻ്റെ കരളിൻ്റെ കഷ്ണം ചേതനയേറ്റു. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കവിൾ തടങ്ങളിൽ കണ്ണുനീര് ചാരിട്ടൊഴുകി. തൻ്റെ പ്രിയതമ എന്നേക്കുമായി വിട പറഞ്ഞിരിക്കുന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹയെ ജന്നത്തുൽ ബഖീഇലാണ് കബറടക്കിയത്. അലി റളിയല്ലാഹു അൻഹു തിരിച്ച് വീട്ടിൽ എത്തി. ഈന്തപ്പനയോല വിരിച്ച് അതിൻ്റെ മേലെ കിടക്കുന്നു. ഫാത്തിമ മരിച്ചിട്ട് ആദ്യത്തെ രാത്രിയാണ്. അലി റളിയല്ലാഹു അൻഹുവിന് ഉറക്കം കിട്ടുന്നില്ല. രാത്രിയിൽ എണീറ്റ് ജന്നത്തുൽ ബഖീഇൽ പോയി നിരന്നു കിടക്കുന്ന ആയിരക്കണക്കിന് കബറുകൾക്കിടയിലേക്ക് തൻ്റെ പ്രാണപ്രേയസിയുടെ കബറിനരികത്ത് ചെന്നിട്ട് അലി റളിയല്ലാഹു അൻഹു വിളിച്ചു, അസ്സലാമു അലൈക യാ ഫാത്തിമ. എത്ര സ്നേഹവും ലളിതവുമായ ജീവിതം, മാതൃകാ ദമ്പതിമാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പറയുന്നതും കേൾക്കുന്നതും ഒരു നാഫിയായ അമലായി സ്വീകരിക്കട്ടെ. എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹു തആല പുറത്തു നൽകട്ടെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.